പുതിയ മന്ത്രിസഭയിലേക്ക് ഓരോ എം.എൽ.എമാരുടെയും പേരുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലരുടെയൊക്കെ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, വനിതകളുടെ സാന്നിധ്യം വളരെ കുറവായിട്ടാണ് കാണുന്നത്. ആകെ കൂടി ഒരു പേര് കേൾക്കുന്നത് ബിന്ദുകൃഷ്ണയുടെ പേര് മാത്രമാണ്. മിനിമം ഒരു 2 പേരെങ്കിലും വനിതാ മന്ത്രികളെ മന്ത്രിസഭയിലേക്ക് ചേർക്കേണ്ടതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അല്ലെങ്കിൽ ഒരു വനിതയെ സ്പീക്കറാക്കാനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനോ ചെയ്യുകയാണ് ഉത്തമം. വനിതകളുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ഒരു അർഹതപ്പെട്ട സ്ഥാനം വനിതകൾക്ക് കൊടുക്കണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അത് ഈ നിയുക്ത മുഖ്യമന്ത്രി ചെയ്യുമെന്നാണ് കരുതുന്നത്. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ധനകാര്യം വളരെ പരിപാകപരമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കീഴ്പോട്ട് അടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതും നല്ല പ്രഗത്ഭരായ IAS ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. അതുപോലെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കുകുത്തിയായി മാറിയ ഒരു സംഭവമാണ് ഈ പൊതുമരാമത്ത് വകുപ്പ്. എല്ലാം വേറെ കമ്പനികളെ ഏൽപ്പിക്കുകയും പൊതുമരാമത്ത് വകുപ്പിന് ഒരു പണിയില്ലാത്ത, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വകുപ്പ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് വോട്ടിംഗ് നഷ്ടപ്പെടാൻ പ്രധാന കാരണം പാലാരിവട്ട പാലത്തിൻ്റെ നിർമ്മാണമാണ്. അപ്പോൾ ഈ രംഗം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. വ്യക്തമായ രീതിയിൽ ടെൻഡർ വിളിക്കുകയും ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ പണികൾ ഏൽപ്പിക്കുകയും വളരെ കണിശമായി നോക്കി നടത്തുകയും ചെയ്താൽ മാത്രമേ ഇതിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കൂ. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി വലിയ ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാൻ. അതിനാൽ ഈ വകുപ്പ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വകുപ്പാണ്. ഇത് രണ്ടും വളരെ ശ്രദ്ധിച്ചാൽ ഈ UDF സർക്കാരിന് രണ്ടാമതും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ ഉള്ള അവസരം കൂടി കിട്ടും എന്നാണ് തോന്നുന്നത്.